കേരളത്തിലെ ഇടത് ജിഹാദി ഗ്രൂപ്പുകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഈ സിദ്ദിഖ് കാപ്പൻ. മുത്താണ് പൊന്നാണെന്നെല്ലാം പറഞ്ഞായിരുന്നു അന്ന് ഉത്തർപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എഴുന്നള്ളിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിർണായകമായ പല തെളിവുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. NIA-യും ED-യും അവിടെ വെറുതെ ഇരിക്കുകയല്ല. അവർ അന്വേഷണം വളരെ കൃത്യമായി നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ SDPI-യുടെ ഒരു അഖിലേന്ത്യാ നേതാവ് അറസ്റ്റിലായല്ലോ, MK ഫൈസി. ഈ MK ഫൈസിയും സിദ്ദിഖ് കാപ്പനുമായി ബന്ധപ്പെട്ടാണ് നിരവധി വിധ്വംസക പ്രവർത്തനങ്ങളുടെ ജീവിക്കുന്ന തെളിവുകൾ, വളരെ സുതാര്യവും സത്യസന്ധവുമായ തെളിവുകൾ ED-ക്കും NIA-ക്കും ഒക്കെ ലഭിച്ചിരിക്കുന്നത്. ചില സൂചനകൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. എന്തായാലും ഈ സിദ്ദിഖ് കാപ്പനെ അതിനു മുൻപ് തന്നെ നാം മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം ഒരു ജനകീയനായ മാധ്യമ പ്രവർത്തകനാണ്. കേരളത്തിന്റെ മുഴുവൻ മാധ്യമ പ്രവർത്തകർ മാതൃകയാക്കേണ്ട ഒരാളാണെന്നെല്ലാം പറഞ്ഞായിരുന്നു. ഉത്തർപ്രദേശിലെ യോഗിയുടെ ക്രൂര പീഡനത്തിന് ഇരയാകുന്നു എന്നെല്ലാം പല നിലവിളികളും നാം കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ മുൻപും ഉത്തർപ്രദേശ് സർക്കാർ അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവോടുകൂടിയാണ് പിടികൂടുന്നത്. അതിനുശേഷം കോടതിയിൽ പോയി കോടതി ജാമ്യം നൽകാതെ കുറേ നാൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായി പുതിയ തെളിവുകൾ വരികയാണ്. അന്ന് ഈ ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റിലായ സംഭവത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീജിത്ത് പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ സിദ്ദിഖ് കാപ്പൻ എന്തോ വലിയ മഹാനാണ്, മഹാത്മാഗാന്ധിക്ക് തുല്യനാണ്, പണ്ടങ്ങനെ EMS ഒക്കെ പ്രസംഗിച്ചല്ലോ, മദനി മഹാത്മാഗാന്ധിക്ക് തുല്യനാണ്, ജസ്റ്റിസ് ഫോർ കാപ്പൻ എന്നൊക്കെ പറഞ്ഞു വലിയ കോലാഹലങ്ങളൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് UP-ന്ന് അറസ്റ്റിലാകുന്ന സമയത്ത് 2 മലയാളികൾ, ഈ ഹിറ്റ് സ്ക്വാഡിൽപ്പെട്ട 2 പേർ സിദ്ദിഖ് കാപ്പനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. സിദ്ദിഖ് കാപ്പനെതിരെ തന്നെ UAPA ചുമത്തിയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള പരിഗണന കൂടി ഉള്ളതുകൊണ്ടാണ് സിദ്ദിഖ് കാപ്പന് താൽക്കാലികമായിട്ടെങ്കിലും ജാമ്യം കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ ഒരു പക്ഷേ ആ ജാമ്യം റദ്ദാക്കാൻ കാരണമാകുമോ എന്നും സംശയിക്കുന്നുണ്ട്. എന്തായാലും MK ഫൈസി ഇപ്പോൾ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുന്ന MK ഫൈസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഫോണിലൂടെ നടത്തിയ ആശയവിനിമയങ്ങൾ, വാട്സാപ്പിലൂടെ നടത്തിയ ചാറ്റുകൾ, അത് കണ്ടെടുക്കുന്നിടത്താണ് NIA-യും ED-യും ഒക്കെ വിജയിച്ചത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇത് 95 67 16 14 20 എന്നൊരു ഫോൺ നമ്പർ, മൊബൈൽ നമ്പറിലൂടെയാണ് ഈ സിദ്ദിഖ് കാപ്പനും MK ഫൈസിയുമായിട്ട് വാട്സാപ്പ് ചാറ്റൊക്കെ നടത്തിയത്. ഇതിൻ്റെ കൂടെ ഈ ഹവാല ഇടപാടുകൾ, പണം ഇതിലേക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തിയത് അതാണല്ലോ. പോപ്പുലർ ഫ്രണ്ടിന് വരുന്ന പണം ചില വ്യക്തികളിലേക്ക് പോകുന്നു. ആ വ്യക്തികളിൽ നിന്ന് സംഭാവനയായിട്ട് അത് SDPI-ക്ക് വരുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും SDPI-യുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെ ഒരു ഇടനിലക്കാരൻ വഴി ഈ ഫണ്ട് വരുന്നു. അതായത് അവിടുന്ന് ഒരു കൃത്യമായൊരു തുക PFI-യിൽ നിന്ന് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തി അതേ തുക സംഭാവനയായിട്ട് പാർട്ടിക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകളാണ് ED-ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPI-യെ സംബന്ധിച്ചിപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ED നോട്ടീസ് അയച്ചിട്ടുണ്ട്, വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് സിദ്ദിഖ് കാപ്പനിലേക്കും MK ഫൈസിയിലേക്കും മടങ്ങി വരാം. ഈ പറഞ്ഞതുപോലെ ഹവാല ഇടപാടുകൾ, അതുപോലെ ഡൽഹി കലാപം നടന്നപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അതിഗൂഢമായ ചില പ്ലാനിങ്ങുകൾ, ചില ആസൂത്രണങ്ങൾ, അതായത് ഹിറ്റ് സ്ക്വാഡിനെ വരുത്തി ആരെയൊക്കെ വധിക്കണം, ആരെയൊക്കെ കൊല്ലണം എന്ന് വളരെ കൃത്യമായി അവർ ആ ചാറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിന് കൊടുക്കേണ്ട പ്രതിഫലം, അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഡൽഹി കലാപം സംബന്ധിച്ച വ്യാജ വാർത്തകൾ കേരളത്തിൽ മലയാള മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിന്, നരേറ്റീവുകൾ ഉണ്ടാക്കുന്നതിന് ഒക്കെ കൃത്യമായി അത് പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് പള്ളി പൊളിച്ചു, അല്ലേ? അതെ, വളരെ തെറ്റായ ആക്രമണം നടക്കുന്നു എന്ന വ്യാജ വാർത്തകൾ തന്നെ കൊടുത്തതാണ്. നമുക്കറിയാം, ഈ CAA-യുമായി ബന്ധപ്പെട്ട് നടന്ന സമരം നമുക്കറിയുന്നതാണ്. ജാമ്യ മില്ലയിൽ 2 വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ചു എന്ന കള്ള വാർത്ത പറഞ്ഞ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നേരെ മുമ്പിൽ മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചവരാണ് ഇവരൊക്കെ. അതിന് കുടപിടിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരിലൂടെ ഇത്തരം വ്യാജ വാർത്തകൾ പ്ലാൻ ചെയ്യുക,
അതിന് മാധ്യമപ്രവർത്തകർക്ക് പ്രതിഫലം കൊടുക്കുക, ഇത്ര രൂപ വെച്ച് ഇത്ര ആൾക്കാർക്ക് കൊടുക്കണം, അവരുടെ പേര് വിവരങ്ങളടക്കം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ NIA-യും ED-യും ഒക്കെ ചില മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നാണ്. നമ്മുടെ മുഖ്യധാരാ ചാനലുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും കൃത്യമായ തെളിവുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തീവ്രവാദ കേസുകളിൽ പെട്ടവർക്ക് നിയമസഹായം കൊടുക്കുക, അതിന് പണം കണ്ടെത്തുക, അതിന് അഭിഭാഷകരെ നിയോഗിക്കുക, ഇത് ഏതൊക്കെ അഭിഭാഷകരെ നിയോഗിക്കണം, എത്ര രൂപ ഫീസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇവർ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹിറ്റ് സ്ക്വാഡിൻ്റെ കാര്യം പറഞ്ഞു. അവർക്ക് ആയുധ പരിശീലനം നടത്തുന്നതിന് ഫണ്ടിങ്, അത് ഇന്നിടത്തുനിന്ന് ഇത്ര രൂപ കിട്ടും, അത് അവിടേക്ക് കൊടുക്കണം തുടങ്ങിയ വിവരങ്ങൾ MK ഫൈസിയും സിദ്ദിഖ് കാപ്പനുമായിട്ട് പങ്കുവച്ചിരിക്കുന്നു. അതുപോലെ പക്ഷേ ഇപ്പോൾ അദ്ദേഹം സേഫ് ആണല്ലേ കേരളത്തിൽ നിൽക്കുമ്പോൾ? കേരളത്തിൽ പക്ഷേ ജാമ്യം റദ്ദാക്കി, സുപ്രീം കോടതിയാണല്ലോ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കി തിരിച്ച് ജയിലിലേക്ക് വരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ തിരിച്ച് മിണ്ടാതെ പോയേ പറ്റുള്ളൂ. അത് മറ്റൊരു വിഷയം. എന്തായാലും ഈ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ എന്തെങ്കിലും ഈ പറയുന്നത് പോലെ സിദ്ദിഖ് കാപ്പനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയോ അതോ പുതിയ കേസ് എടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യത. ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ കൃത്യമായി അന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡൽഹിക്ക് സമാനമായ ഒരു കലാപം അന്ന് UP-യിൽ ഉണ്ടായേനല്ലേ? തീർച്ചയായിട്ടും ഡൽഹിയിൽ നടന്നതിനേക്കാൾ ഭീകരമായ ഒരു കലാപം അവിടെ ഉണ്ടായേനെ. ഇതിൻ്റെ രസം എന്താണെന്ന് അറിയാമോ ശ്രീജിത്തെ? 10 വാട്സാപ്പ് ചാറ്റുകൾ, ഗ്രൂപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 10 ഗ്രൂപ്പുകളും കൃത്യമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളിലാണ് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ടൂൾ കിറ്റുകൾ ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. സിദ്ദിഖ് കാപ്പന് PFI-യുമായിട്ട് ബന്ധമില്ല എന്നാണ് നമുക്കറിയാം ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ത് പറയുന്നു? ഈ പറയുന്ന PFI അന്നത്തെ അറസ്റ്റിന് പിന്നാലെ മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മോദിയുടെ യോഗിയുടെ കടന്നുകയറ്റം എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്യാനാണ്. ഈ സംസാരിക്കുന്ന തെളിവുകളോട് ഇവർ എന്ത് മറുപടി പറയും? ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന PFI നേതാക്കൾ അവരുമായിട്ട് പോലും വാട്സാപ്പ് ചാറ്റുകൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ സിദ്ദിഖ് കാപ്പന് PFI-യുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ലേ? അത് വെറും ഒരു മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ നമ്മൾ PFI-യുടെ ഒരു നേതാവിനെ വിളിച്ച് ഒരു സംഭവം നടക്കുന്നു, എന്താണ് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നല്ലോ എന്നൊരു മാധ്യമപ്രവർത്തകൻ അന്വേഷിക്കുന്നത് പോലെ അല്ല ഈ വാട്സാപ്പ് ചാറ്റുകൾ. ഈ വാട്സാപ്പ് ചാറ്റുകളിൽ പണം പങ്കുവെക്കുന്നത്, ഹിറ്റ് സ്ക്വാഡിന് ആയുധ പരിശീലനത്തിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കുന്നത്, അതുപോലെ ഹവാല ഇടപാടുകളെക്കുറിച്ച് ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊരു മാധ്യമപ്രവർത്തകൻ ഇതിലെന്ത് കാര്യം? സ്വാഭാവികമായിട്ട് ഉയരുന്ന സംശയമല്ലേ. അപ്പോൾ സിദ്ദിഖ് കാപ്പൻ മാധ്യമപ്രവർത്തകനാണോ അതോ ഈ പറഞ്ഞതുപോലെ ഈ PFI-യുടെ ഒരു ഏജൻ്റാണോ? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ NCHRO അന്ന് അവരുടെ ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ട്, അതുപോലെ ക്യാമ്പസ് ഫ്രണ്ട്, ഇതിൻ്റെ നേതാക്കളുമായിട്ടൊക്കെ സജീവമായി ഇടപെടുന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ പരിപാടികളെക്കുറിച്ച് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. മഹാരാജാസ് കോളേജിലെ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് ഇവർ നടത്തിയ ചാറ്റുകളുണ്ട്, ഇവർ നടത്തിയ രഹസ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ഇവർ വിവരങ്ങൾ കൈമാറുന്നതിനെ സംബന്ധിച്ച് ചില കോഡുകളൊക്കെ ഉപയോഗിച്ച് കൈമാറുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. അതുമൊക്കെ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്, NIA-യും ED-യും കണ്ടെടുത്തിരിക്കുകയാണ്. ഇത് കേരള പോലീസ് അല്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരള പോലീസുമല്ല, ചേട്ടാ സൂചിപ്പിച്ചത് അഭിമന്യുവിന്റെ കാര്യമാണ്. ഈ സ്വന്തം പാർട്ടിക്കാർ നഷ്ടപ്പെട്ടാൽ വലിയ രീതിയിൽ എന്തോ കേരളം കത്തിക്കുന്ന ടീമാണ് ഇത്രയും ക്രൂരമായ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വട്ടവടയിൽ നിന്ന് വന്ന ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഏറ്റവും മികച്ച ഒരു നല്ല വിദ്യാർത്ഥി, നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥി, ഒപ്പം നല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരനാണ് ആ അഭിമന്യു. ആ കുഞ്ഞിനെ കുരുന്നിലെ തല്ലിക്കെടുത്തി കളഞ്ഞു. അതിന് CPM-ഉം കൂട്ടുനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അഭിമന്യു ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖ് കാപ്പനും MK ഫൈസിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ പോലും നടന്നിരുന്നു, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുക, സാഹചര്യമൊരുക്കുക, ആയുധ പരിശീലനത്തിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക തുടങ്ങിയ വിവരങ്ങളാണ്
ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ NIAക്കും EDക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. സിദ്ദിഖാപ്പൻ്റെ ജാമ്യം റദ്ദാക്കുമോ, സിദ്ദിഖാപ്പൻ ജയിലിലേക്ക് മടങ്ങേണ്ടി വരുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. എന്തായാലും മാധ്യമപ്രവർത്തകരിൽ ഈ സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ, വ്യാജ വാർത്തകൾ കൊടുത്തവർ കരുതിയിരുന്നുകൊള്ളൂ, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളും ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുന്ന വാർത്തകളുടെ ഉറവിടം നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തി കൃത്യമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് വേർതിരിച്ച് അറിഞ്ഞു മാത്രം വാർത്ത കൊടുക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.